വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, വന്ധ്യത എന്നൊരു പ്രശ്നം ഇന്ന് നമ്മുടെ സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വന്ധ്യത വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ്, പലർക്കും പല തെറ്റിദ്ധാരണകളാണ്. എല്ലാവർക്കും IVF ട്രീറ്റ്മെൻ്റ് ആണോ വേണ്ടത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഓരോരുത്തർക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും വളരെ ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. അപ്പോൾ പലർക്കും പല രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യമായി തന്നെ നമ്മളൊരു കപ്പിളിന് വന്ധ്യതയുടെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ചിലർക്ക് ഫീമെയിൽ ഫാക്ടേഴ്സ് ആകാം, ചിലർക്ക് മെയിൽ ഫാക്ടേഴ്സ് ആകാം. മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ബീജപരിശോധനയാണ് നമ്മൾ ചെയ്യുന്നത്. ബീജപരിശോധനയിൽ സ്പേമിൻ്റെ കൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ചെറിയ കൗണ്ടിലുള്ള വ്യതിയാനങ്ങളെ കാണുന്നുള്ളെന്നുണ്ടെങ്കിൽ അവർക്ക് IUI പോലെയുള്ള, അതായത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, അതായത് നമ്മുടെ പുരുഷൻ്റെ ബീജം എടുത്തിട്ട് അതിൽ നല്ല ബീജങ്ങളെ മാത്രം നമ്മൾ എടുത്ത് യൂട്രസിലോട്ട് വെച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഒരു 10 തൊട്ട് 15% വരെയാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ വിജയസാധ്യത വരുന്നത്. അപ്പം ചെറിയ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, മൈൽഡ് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിയിലൊക്കെ IUI ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അതിന് പുരുഷൻ്റെ ബീജത്തിൻ്റെ കൗണ്ട് 10 മില്യണിനൊക്കെ മുകളിലാണെന്നുണ്ടെങ്കിൽ സക്സസ് റേറ്റ് കുറച്ചും കൂടി നല്ലതായിട്ട് കാണാറുണ്ട്. മറ്റ് ചിലത് ഫീമെയിൽ ഫാക്ടേഴ്സ് ആകാം, അതായത് സ്ത്രീയുടെ പ്രശ്നങ്ങളാകാം, അതിൽ ഓവുലേഷൻ്റെ പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ ട്യൂബിലുള്ള ബ്ലോക്ക് ആകാം, പല കാരണങ്ങളാകാം. അപ്പോൾ ആദ്യമേ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരു കപ്പിളിനെ നമ്മൾ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളതല്ല നോക്കുന്നത്. ആദ്യമായിട്ട് അവർക്ക് നോർമലായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ, സ്കാനിങ്ങിൽ ഓവുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് ഓവുലേഷൻ നടക്കാത്ത ഒരു കപ്പിളിന് അല്ലെങ്കിൽ സ്ത്രീക്ക് നമ്മൾ ആദ്യമായിട്ട് ഓവുലേഷൻ ഇൻഡക്ഷൻ, അതായത് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് കൊടുക്കും, ഇഞ്ചെക്ഷൻസ് കൊടുക്കും. അവരുടെ റെസ്പോൺസ് അനുസരിച്ചാണ് അവർക്ക് ഓരോ മെഡിസിൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്തിട്ടും അവർക്ക് ഓവുലേഷൻ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു മെത്തേഡിലോട്ട് പോകേണ്ടതാണ്. ഓവുലേഷൻ ആകുന്നുണ്ട്, 3-4 മാസങ്ങൾ നമ്മൾ ടാബ്ലറ്റ്സ് കൊടുത്ത ശേഷം അവർക്ക് ഓവുലേഷൻ ആകുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻസി ആകുന്നില്ല. അത്തരക്കാരിൽ നമ്മൾ എന്താണ് അടുത്ത കാരണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. ആ സ്റ്റേജിലാണ് നമ്മൾ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ട് നോക്കുന്നത്. ട്യൂബിലെ ബ്ലോക്ക് നോക്കാനായിട്ട് നമുക്ക് പല മെത്തേഡ്സാണ് ഉള്ളത്. പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന HST എന്ന് പറയുന്ന ഒരു ടെസ്റ്റായിരുന്നു. അതായത് നമ്മൾ യൂട്രസിൻ്റെ അകത്തോട്ട് ഒരു ഡൈ പാസ് ചെയ്തിട്ട് ഒരു എക്സ്റേ ഫിലിം എടുത്തിട്ട് അത് നമ്മുടെ വയറിൻ്റെ അകത്ത് പെൽവിസിൻ്റെ അകത്തോട്ട് ആ ഡൈ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ് HST ടെസ്റ്റ് എന്ന് പറയുന്നത്. മറ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഒന്ന് നമ്മൾ സ്കാനിങ്ങിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത്, അതത്ര കൺഫർമേറ്ററി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല. ഗോൾഡ് സ്റ്റാൻഡേർഡ്, അതായത് 100% ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നതും, എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ സെയിം സിറ്റിങ്ങിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും ലാപ്രോസ്കോപ്പിയിലൂടെയാണ്, അല്ലെങ്കിൽ കീഹോൾ സർജറിയിലൂടെയാണ്. ലാപ്രോസ്കോപ്പിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ട്യൂബിനോടൊപ്പം തന്നെ യൂട്രസിൻ്റെ അകത്ത് നോക്കാനായിട്ട് ഹിസ്ട്രോസ്കോപ്പി പ്രൊസീജിയർ നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. ഓവറിയിലും ട്യൂബിലുള്ള മറ്റ് പ്രശ്നങ്ങൾ നമുക്ക് ഈ ലാപ്രോസ്കോപ്പിയുടെ സെയിം സിറ്റിങ്ങിൽ തന്നെ നമുക്ക് അറിയാനും അത് കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ട്യൂബിൽ ബ്ലോക്ക് ഇല്ല, അത് നോർമലായിട്ട് ട്യൂബ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടതാണ്. ഈ സമയത്താണ് നമ്മൾ IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളെ പറ്റി ആലോചിക്കുന്നത്. ചിലർക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം പ്രഗ്നൻസി ആകാത്തതിന്. അപ്പം അതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും അറിയാൻ സാധിക്കുന്നത് IVF ട്രീറ്റ്മെൻറ്റിലൂടെയാണ്. IVF ട്രീറ്റ്മെൻറ്റിൽ നമുക്കറിയാം, അണ്ടവും ബീജവും നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അകത്ത് പരിശോധിക്കുകയും അതിൽ എന്തെങ്കിലും മൈക്രോസ്കോപ്പിക്കലി പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല എഗ്ഗും ഏറ്റവും നല്ല സ്പേമും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ICSI ട്രീറ്റ്മെൻറ്റൊക്കെ വഴി കുറച്ചും കൂടി പ്രഗ്നൻസി നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. മറ്റു ചിലർക്ക് യൂട്രൈൻ പ്രശ്നങ്ങൾ, യൂട്രസിനകത്ത് എന്തെങ്കിലും സെപ്റ്റം അല്ലെങ്കിൽ അഡീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം പ്രഗ്നൻസി ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷനെ ബാധിക്കുന്നതോ ഒക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട്. അത്തരക്കാർക്കും ഈ ഹിസ്റ്റോ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ്. അത് കറക്റ്റ് ചെയ്ത ശേഷം അവർക്ക് നോർമലായിട്ട് പ്രഗ്നൻസി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് മുഴയുള്ളവർക്ക്, യൂട്രസിലോട്ട് തള്ളി നീക്കുന്ന ഒരു ഫൈബ്രോയിഡ് മുഴയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫൈബ്രോയിഡ് നീക്കം ചെയ്തതിന് ശേഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിജയസാധ്യത കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ വന്ധ്യത ട്രീറ്റ്മെൻറ്റിൽ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.